നാരായണ. നാരായണ. ഹരി ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഫാനൊന്ന് ശരിയാക്കട്ടെ. കാറ്റിങ്ങോട് വരുന്നില്ല, ഒന്ന് നോക്കി. അങ്ങോട്ട് അങ്ങോട്ട് വിളക്ക് തിരി അങ്ങോട്ട് നീക്കണം. നാരായണ. നാരായണ. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷദം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം
യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃശിഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നാരായണ. ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. വലിയൊരു ബ്രേക്കിന് ശേഷം ഭാഗവത ജ്ഞാനഗംഗ വീണ്ടും ഒഴുകാൻ തുടങ്ങുകയാണ്. ഇടയ്ക്ക് നമ്മൾ സരയൂ നദിയെ കാണാനായിട്ട് പോയി. സരയൂ പ്രവാഹമായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അയോധ്യയും സരയുവും. എന്തായാലും അവിടുന്ന് വീണ്ടും നമ്മൾ ഗംഗാതീരത്തേക്ക് തിരിച്ചു വരികയാണ്. ജ്ഞാനഗംഗ ഇന്ന് വളരെ വിശേഷ ദിവസവും കൂടിയാണ്. ജ്ഞാനവാപി പൂജയ്ക്കായി തുറന്ന് പൂജ ആരംഭിച്ചിരിക്കുന്നു. കാശിയിലെ യഥാർത്ഥ കാശി വിശ്വനാഥൻ്റെ ജ്യോതിർലിംഗ സ്ഥാനം അത് ആ ജ്ഞാനവാപിയാണ്. അവിടെയാണ് ഔറംഗസേബ് പള്ളി മാതൃകയിൽ പണിത് ഹിന്ദുക്കളെ
അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കാശി വിശ്വനാഥനെ ആരാധിക്കുന്നതിൽ നിന്ന് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത് ആ ജ്ഞാനവാപിയിലേക്ക് നോക്കിക്കൊണ്ട് ആണ് യഥാർത്ഥ നന്ദികേശ്വരൻ, കാശിയിലുള്ളതായിട്ടുള്ള നന്ദികേശ്വരൻ തൻ്റെ നാഥനെ നോക്കിക്കൊണ്ട് എത്രയോ നൂറ്റാണ്ടുകളായി തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. ആ നന്ദികേശ്വരൻ്റെ തപസ് വിജയിച്ചിരിക്കുന്നു. ഇനി അധികം താമസിയാതെ അദ്ദേഹത്തിൻ്റെ നാഥൻ്റെ പ്രഭാവം കാണാൻ സാധിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അയോധ്യയിലെ രാമൻ്റെ തിരിച്ചുവരവോടുകൂടെ ഇനിയിപ്പോൾ കാശി വിശ്വനാഥസ്വാമിയുടെ സന്നിധിയും അതുപോലെ തന്നെ മധുരയിലെ ശ്രീകൃഷ്ണ ജന്മസ്ഥാനവും ഇത് രണ്ടും കൂടി നമുക്ക് തിരിച്ചു കിട്ടിയാൽ മതി. ബാക്കി എത്രയോ ആയിരക്കണക്കിന് നമ്മുടെ ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ പലതും പണിതിട്ടുണ്ട്, പള്ളിയും ശവകുടീരങ്ങളും പല സ്മാരകങ്ങളും. അതൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ശ്രീരാമനും ശ്രീകൃഷ്ണനും മഹാദേവനും അവരുടെ ഏറ്റവും വിശേഷപ്പെട്ടതായിട്ടുള്ള സ്ഥാനങ്ങൾ ഭാരതത്തിൻ്റെ ഹൃദയസ്ഥാനങ്ങളാണ്. കാശിയും അയോധ്യയും ശ്രീകൃഷ്ണ ജന്മഭൂമി മധുരയും. അപ്പോൾ അത് മൂന്നും ആരാധനയ്ക്കായിട്ട് നമുക്ക് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് വഴക്കിന് പോകേണ്ട കാര്യമില്ല. ബാക്കിയുള്ളതൊക്കെ അവരെടുത്തോട്ടെ. ആരൊക്കെയാണ് എന്തൊക്കെ ദുഷ്ടത്തരം ചെയ്തുകൊണ്ടാണത് അപഹരിച്ചെടുത്തൊക്കെ നമുക്ക് മറക്കാം, എല്ലാം ക്ഷമിക്കാം. അവരും ഇങ്ങോട്ടും മറക്കട്ടെ, ക്ഷമിക്കട്ടെ, പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സന്തോഷമായി കഴിയട്ടെ. ഇതാണ് നമുക്ക് വേണ്ടത്. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക. ഒരു രാജ്യത്തിലെ ഭൂരിപക്ഷം ജനതയുടെ വികാരത്തെ മാനിക്കാൻ ന്യൂനപക്ഷം തയ്യാറാവണം. കാലാകാലങ്ങളായുള്ള അവരുടെ അപേക്ഷയെ ചെവിക്കൊള്ളണം. അത് കൊള്ളാതിരിക്കുമ്പോഴാണ് ബലപ്രയോഗങ്ങളൊക്കെ പലയിടത്തും വേണ്ടി വന്നത്. ഇനിയും അതുപോലെയുള്ള ബലപ്രയോഗങ്ങളൊന്നും ഇല്ലാതെ സുഗമമായിട്ടുള്ളൊരു കൈമാറ്റം അത് കോടതികളുടെയൊക്കെ മേൽനോട്ടത്തിൽ ഭംഗിയായിട്ട് നടക്കട്ടെ. എല്ലാവരും ശാന്തരും സ്വസ്ഥരുമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്ന് അങ്ങനൊരു ശുഭലക്ഷണമായിട്ടുള്ളൊരു ദിവസം ഞാൻ വാബി പൂജ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ ജ്ഞാനഗംഗ നമുക്ക് വീണ്ടും തുടരാം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നമ്മുടെ ശാരീരികമായിട്ടുള്ള ജലദോഷമോ അല്ലെങ്കിൽ ചുമയോ ചെറിയ ബയോ കെമിസ്ട്രിയുടെ ഇംബാലൻസുകളൊക്കെ ഉണ്ട്. ഷുഗറോ പ്രഷറോ എന്തൊക്കെയോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷെ അതും പറഞ്ഞുകൊണ്ടിരുന്നാൽ കൂടുതൽ നമ്മൾ ക്ഷീണിച്ചിരിക്കുകയുള്ളൂ. നമ്മൾ ക്ലാസ്സുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഊർജം തിരിച്ചു കിട്ടും. നമുക്ക് അതിനെ വിസ്മരിക്കാൻ കഴിയും, അതിക്രമിക്കാൻ കഴിയും. അപ്പോൾ കാലം കൊണ്ട് അസുഖങ്ങളൊക്കെ മാറട്ടെ. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഭാഗവതത്തിലെ സപ്തമസ്കന്ധത്തിലെ ചതുർദശ അധ്യായമാണ്. 14-ാം അധ്യായം. വർണ്ണാശ്രമ ധർമ്മങ്ങൾ വിസ്തരിച്ച് കാണുകയായിരുന്നു യുധിഷ്ഠിര നാരദ സംവാദ രൂപത്തിൽ. അപ്പം അതിൽ മറ്റ് 3 ആശ്രമങ്ങളും അതുപോലെ
4 വർണ്ണങ്ങളെക്കുറിച്ചും ഒക്കെ വർണ്ണിച്ചു കഴിഞ്ഞു. പതിനൊന്നാം അധ്യായത്തിൽ സാമാന്യധർമ്മവും അതുപോലെ വർണ്ണധർമ്മങ്ങളും കണ്ടു. 12 അധ്യായത്തിൽ ബ്രഹ്മചര്യാശ്രമം, 13-ാം അധ്യായത്തിൽ സന്യാസാശ്രമം. ബ്രഹ്മചര്യവും വാനപ്രസ്ഥവും 12-ാം അധ്യായത്തിൽ കണ്ടു. 13-ൽ സന്യാസാശ്രമം കണ്ടു. 14-ൽ ഗൃഹസ്ഥധർമ്മങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലെ അവസാനത്തെ കുറച്ച് ശ്ലോകങ്ങൾ നമ്മൾ പൂർത്തീകരിക്കാനുണ്ടായിരുന്നു. നമ്മൾ പോകുന്നതിന് മുമ്പ് പൂർത്തീകരിക്കണമെന്ന് വിചാരിച്ചതാണ്, നടന്നില്ല. എനിക്ക് തോന്നുന്നു 34-ാം ശ്ലോകം വരെയാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്നാണ്. മുപ്പത്തിമൂന്ന് വരെ ആയിരിക്കും അല്ലേ? കാലം, ദേശം, പാത്രം എന്നുള്ള ദാനങ്ങളെ കുറിച്ചിട്ടുള്ള ഇതിൽ കാലവും ദേശവും വിവരിച്ചു. ഇനി പാത്രത്തെക്കുറിച്ച് ആരംഭിക്കുന്നത് 34-ാം ശ്ലോകം മുതൽക്കാണ്. അപ്പം 33 വരെ പറഞ്ഞു. എന്തായാലും നമുക്ക് അധ്യായം ആരംഭം തൊട്ട് വായിക്കാം. ആരംഭം തൊട്ട് വായിച്ചിട്ട് തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ചതുർദശോऽധ്യായഃ. അത ശ്രീമദ്ഭാഗവതേ സപ്തമസ്കന്ധേ ചതുർദശോऽധ്യായഃ. യുധിഷ്ഠിര ഉവാച ഗൃഹസ്ഥയേതാം പദവീം വിധിനാ യേന ചാഞ്ജസാ യാതി ദേവർഷേ ബ്രൂഹി മാതൃശോ ഗൃഹമൂഢധീഃ. നാരദ ഉവാച ഗൃഹേഷ്വസ്ഥിതോ രാജൻ ക്രിയാഃ കുർവൻ ഗൃഹോചിതാഃ വാസുദേവാർപ്പണം സാക്ഷാദുപാസീത മഹാമുനി. ശൃണ്വൻ ഭഗവതോ ഭീക്ഷ്ണം അവതാരകഥാമൃതം ശ്രദ്ധാനോ യഥാ കാലം ഉപശാന്തജനാവൃതഃ. സൽസംഗാത് ശനകൈ സംഗം ആത്മജായാത്മജാദിഷു വിമുച്യേന്മുച്യമാനേഷു സ്വയം സ്വപ്നവദുത്തിതഃ. യാവദർത്ഥമുപാസീനോ ഗേഹേ ഗേഹേ ച പണ്ഡിതഃ വിരക്തോ രക്തവത് തത്ര നൃലോകേ നരതാം യസേത്. ജ്ഞാതയഃ പിതരൗ പുത്രാ ഭ്രാതരഃ സുഹൃദോ പരേ യദ്വദന്തി യദിച്ഛന്തി ചാനുമോദേത നിർമ്മമഃ. ദിവ്യം ഭൗമം ചാന്തരിക്ഷം വിത്തമച്യുത നിർമ്മിതം തൽസർവമുപഭുഞ്ജാനഃ ഏതത് കുര്യാത് സ്വതോ ബുധഃ. യാവത് ബ്രിയേത ജഠരം താവത് സ്വത്വം ഹി ദേഹിനാം അധികം യോഭിമന്യേത സസ്തേനോ ദണ്ഡമർഹതി. മൃഗോഷ്ട്രകരമർക്കാഗുസരീസൃപ്ഖഗമക്ഷികാഃ ആത്മനഃ പുത്രവത് പശ്യേത്തൈരേഷാം അന്തരം കിയത്. ത്രിവർഗം നാദികൃച്ഛ്രേണ ഭജേത ഗൃഹമേദ്യപി യഥാ ദേശം യഥാ കാലം യാവദ്ദൈവോപപാദിതം. ആശ്വാഘാൻ ദേവസായിഭ്യഃ കാമാൻ സംവിഭജേദ്യഥാ അപ്യേകാമാത്മനോ ദാരാം നൃണാം സ്വത്വഗ്രഹോ യതഃ. ജഹ്യാദ് യദർത്തെ സ്വപ്രാണാൻ ഹന്യാദ് വാ പിതരം ഗുരും തസ്യാം സ്വത്വം സ്ത്രിയാം ജഹ്യാദ് യസ്തേന ഹ്യജിതോജിതഃ. കൃമിവിഡ്ഭസ്മനിഷ്ഠാന്തം ക്വേദം തുച്ഛം കളേബരം ക്വ തദീയരതിർഭാര്യ ക്വായമാത്മാ നഭശ്ചതിഃ. സിദ്ധൈർയജ്ഞാവശിഷ്ടാർത്ഥൈഃ കൽപ്പയേത് വൃത്തിമാത്മനഃ ശേഷേ സ്വത്വം ത്യജൻ പ്രാജ്ഞഃ പദവീം മഹതാം ഇയാത്. ദേവാൻ ഋഷീൻ നൃഭൂതാനി പിതॄൻ ആത്മാനമന്വഹം സ്വവൃത്യാഗതവിത്തേന യജേത പുരുഷം പൃഥക്. യർഹ്യാത്മനോധികാരാദ്യഃ സർവാസ്യുർയജ്ഞസമ്പദഃ വൈതാനികേന വിധിനാ അഗ്നിഹോത്രാദിനാ യജേത. ന ഹ്യഗ്നിമുഖതോയം വൈ ഭഗവാൻ സർവയജ്ഞഭുക്ക് യുജ്യേത ഹവിഷാ രാജൻ യഥാ വിപ്രമുഖേ ഹുതൈഃ. തസ്മാത് ബ്രാഹ്മണദേവേഷു മർത്യാദിഷു യഥാർഹതഃ
തൈസ്തൈഃ കാമൈര്യജസ്വൈനം ക്ഷേത്രജ്ഞം ബ്രാഹ്മണാൻ അനു കുര്യാദാപരപക്ഷീയം മാസി പ്രൗഷ്ഠപദേ ദ്വിജഃ ശ്രാദ്ധം പിത്രോർയദാ വിത്തം തദ്ബന്ധൂനാം ച വിത്തവാൻ അയനേ വിഷുവേ കുര്യാദ്വ്യദീപാദേ ദിനക്ഷയേ ചന്ദ്രാദിത്യോപരാഗേ ച ദ്വാദശീ ശ്രവണേഷു ച തൃതീയായാം ശുക്ലപക്ഷേ നവമ്യാമത കാർത്തികേ ചതസൃഷു അപി അഷ്ടകാസു ഹേമന്തേ ശിശിരേ തദ് മാഘേ ച സിതസപ്തമ്യാം മഘാരാഗാ സമാഗമേ രാഗയാ ചാനുമത്യാ വാ മാസർക്ഷാണി യുതാന്യപി ദ്വാദശ്യാം അനുരാഗാ സ്യാദ് ശ്രവണസ്തിസ്ര ഉത്തരാഃ തിസൃഷ്യേകാദശീ വാസു ജന്മർക്ഷശ്രോണയോഗയുക്ത തയേതേ ശ്രേയസഃ കാലാ നൃണാം ശ്രേയോ വിവർധനാഃ കുര്യാത് സർവാത്മനൈതേഷു ശ്രേയോ മോഘം തദായുഷഃ യേഷു സ്നാനം ജപോ ഹോമോ വ്രതം ദേവദ്വിജാർച്ചനം പിതൃദേവ നൃഭൂതേഭ്യോ യദ്ദത്തം തദ്ധ്യനശ്വരം സംസ്കാരകാലോ ജായായ അപത്യസ്യാത്മനസ്തഥാ പ്രേതസംസ്ഥാമൃതാഹശ്ച കർമ്മണ്യഭ്യുദയേ നൃപ അദദേശാൻ പ്രവക്ഷ്യാമി ധർമാതിശ്രേയ ആവഹാൻ സ വൈ പുണ്യതമോ ദേശഃ സത്പാത്രം യത്ര ലഭ്യത്തെ ബിംബം ഭഗവതോ യത്ര സർവമേതച്ചരാചരം യത്ര ബ്രാഹ്മണകുലം തപോ വിദ്യാദയാന്വിതം യത്ര യത്ര ഹരേരർച്ചാ സദേശശ്രേയസാം പദം യത്ര ഗംഗാദയോ നദ്യഃ പുരാണേഷു ച വിശ്രുതാഃ സരാംസി പുഷ്കരാദീനി ക്ഷേത്രാണ്യർഹാശ്രിതാന്യുത കുരുക്ഷേത്രം ഗയശിലഃ പ്രയാഗഃ പുലഹാശ്രമഃ നൈമിഷം ഫാൽഗുനം സേതുഃ പ്രഭാസോദകുശസ്ഥലി വാരാണസി മധുപുരി പമ്പ ബിന്ദുസരസ്തദാ നാരായണാശ്രമോ നന്ദ സീതാരാമാശ്രമാദയഃ സർവേ കുലാചലാരാജൻ മഹേന്ദ്രമലയാദയഃ ഏതേ പുണ്യതമാദേശാ ഹരേർ അർച്ചാശ്രിതാശ്ച യേ ഏതാൻ ദേശാൻ നിഷേവേത ശ്രേയസ്കാമോ ഹ്യഭീക്ഷ്ണശഃ ധർമ്മോ ഹ്യത്രേഹിതഃ പുംസാം സഹസ്രാദിബലോദയഃ പാത്രം ത്വത്ര നിരുക്തം വൈ കവിഭിഃ പാത്രവിത്തമൈഃ ഹരിരേവൈക ഉർവീശ യന്മയം വൈ ചരാചരം ദേവർഷ്യർഹൽസു വൈ സത്സു തത്ര ബ്രഹ്മാത്മജാദിഷു രാജൻ യദഗ്രപൂജായാം മതഃ പാത്രതയാച്യുതഃ ജീവരാശിഭിരാകീർണ അണ്ഡകോശോऽംഘ്രിപോ മഹാൻ തന്മൂലത്വാദച്യുതേജ്യ സർവജീവാത്മതർപ്പണം പുരാണ്യനേന സൃഷ്ടാനി നൃതിര്യകൃഷിദേവതാഃ ശേതേ ജീവേന രൂപേണ പുരേഷു പുരുഷോ ഹ്യസൗ തേഷ്വേഷു ഭഗവാൻ രാജൻ താരതമ്യേന വർത്തത്തെ തസ്മാത് പാത്രം ഹി പുരുഷോ യാവാനാത്മാ യഥേയത്തെ ദൃഷ്ട്വാ തേഷാം മിതോ നൃണാം അവജ്ഞാനാത്മതാം നൃപ ത്രേതാദിഷു ഹരേരർച്ചാ ക്രിയായൈകവിവികൃതാ തതോർച്ഛായാം ഹരിം കേചിത് സംശ്രദ്ധായ സപര്യയ ഉപാസത ഉപാസ്താപി നാർത്തദാ പുരുഷദ്വിഷാം പുരുഷേഷ്വപി രാജേന്ദ്ര സുപാത്രം ബ്രാഹ്മണം വിദുഃ തപസാ വിദ്യയാ തുഷ്ട്യാ ധത്തേ വേദം ഹരേസ്തനും നന്വസ്യ ബ്രാഹ്മണാ രാജൻ കൃഷ്ണസ്യ ജഗദാത്മനഃ പുനന്ദഃ പാദരജസാ ത്രിലോകീം ദൈവതം മഹത്. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം സപ്തമസ്കന്ധേ സദാചാരനിർണയോ നാമ ചതുർദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ.
ഗൃഹസ്ഥാശ്രമ ധർമ്മമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമഗീതയിൽ ആരംഭത്തിൽ തന്നെ ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് പറയുന്ന ഒരു ശ്ലോകം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതാണ് നമ്മുടെ ഉള്ളിൽ ഈ ഗൃഹസ്ഥരായിരിക്കുമ്പോൾ എപ്പോഴും ഓർമ്മ വേണ്ടത്. അത് ഏറ്റവും സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ വിസ്തരിച്ച ഒരു ഇതാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ഈ 40-ലധികം ശ്ലോകമുള്ളതായിട്ടുള്ള ഗൃഹസ്ഥാശ്രമധർമ്മം. ആദൗ സ്വവർണാശ്രമവർണിതാഃ ക്രിയാഃ കൃത്വാ സമാസാദിത ശുദ്ധമാനസഃ സമാപ്യ തത്പൂർവമുപാത്തസാധനഃ സമാശ്രയേത് സദ്ഗുരും ആത്മലബ്ധയേ. ഇതിനും മൂലമായിട്ടുള്ളത് വേദം തന്നെയാണ്, ഉപനിഷത്തുക്കൾ തന്നെയാണ്. ഉപനിഷത്തിൽ നമ്മൾ മുണ്ടകോപനിഷത്തിലെ വരികൾ നമ്മളെപ്പോഴും പറയാറുണ്ട്. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണഃ നിർവേദമായാത് നാസ്തി അകൃതഃ കൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പ്രാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ഭഗവാൻ ഗീതയിലും ഭഗവത്ഗീതയിലും അത് പറഞ്ഞു. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ എന്നൊക്കെ എല്ലാ ശ്രുതിസ്മൃതികളിലും ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഏറ്റവും നമുക്ക് ഓർമ്മിച്ച് വെക്കാനുള്ള ഏറ്റവും ലഘുവായിട്ടുള്ള നല്ല എന്താ പറയുക സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുന്നത് ആ രാമഗീതയുടെ വരികളാണ്. ആദൗ സ്വവർണാശ്രമവർണിതാഃ ക്രിയാഃ കൃത്വാ സമാസാദിത ശുദ്ധമാനസഃ. ആദൗ ആദിയിൽ. ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഥമ ഭാഗം പ്രവൃത്തിധർമ്മം. പ്രവൃത്തി നിവൃത്തി എന്നിങ്ങനെയുള്ള രണ്ട് മാർഗങ്ങളാണ് നമ്മുടെ വേദം നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ നേരിട്ട് നിവൃത്തിയിലേക്ക് പ്രവേശിക്കുന്നത് ജന്മനാ തന്നെ പൂർണ്ണ വൈരാഗ്യം ആർജിച്ചവരും അല്പം പോലും കാമനകളോ ബഹിർമുഖതയോ ഇല്ലാത്തവരുമായിട്ടുള്ള വളരെ യോഗ്യരായിട്ടുള്ള അന്തർമുഖരായ തപസ്സിൽ തൽപരരായ ജ്ഞാനകുതുകികളായ അല്ലെങ്കിൽ ജ്ഞാനികളായ വിദ്വാൻമാരായ മഹാത്മാക്കൾക്കുള്ളതാണ് നേരിട്ട് തന്നെ ജനിച്ച് പ്രവൃത്തിയിലൂടെ പോകാതെ നിവൃത്തിയിലേക്ക് പ്രവേശിക്കാനുള്ള അധികാരം. സനകാദികൾ നമുക്ക് ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാതൃക. അതിനുശേഷം എത്രയോ മഹാത്മാക്കൾ ആ മാർഗത്തിലൂടെ സഞ്ചരിച്ച് കാണിച്ചു തന്നു. ആ യോഗ്യതയുള്ളവർക്കുള്ളതാണ് നേരിട്ട് സന്യാസധർമ്മം, നിവൃത്തിധർമ്മം. അതല്ലാത്തവർക്കുള്ളതാണ് പ്രവൃത്തിധർമ്മം. അപ്പോൾ ആ പ്രവൃത്തിധർമ്മത്തിൽ വരുന്നതാണ് ഈ ഗൃഹസ്ഥാശ്രമം. അതാണ് ആദൗ എന്ന് പറഞ്ഞത്. ഈ നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ മാർഗത്തിൻ്റെ ആദ്യ ഭാഗമാണ് പ്രവൃത്തിധർമ്മം. അത് എവിടെ ചെന്ന് ചേരുന്നു? നിവൃത്തിധർമ്മമാകുന്ന ആ പാതയിലേക്ക് ചെന്ന് ചേരുന്നു. രണ്ടും പാരലായിട്ടുള്ള രണ്ട് വഴികളല്ല. ഒരു വഴി ഒന്നിൽ ചെന്ന് സംഗമിക്കുന്നു. നമ്മൾ മെട്രിക്കുലേഷൻ വരെ പഠിക്കുന്നത് അടുത്ത ഉയർന്ന ഡിഗ്രികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് താഴത്തുനിന്ന് പഠിച്ചു പോകുന്നത് മുകളിൽ ചെന്ന് അതിലേക്ക് ചേരാൻ വേണ്ടിയാണ്. അല്ലാതെ രണ്ടും രണ്ട് വഴിയല്ല. ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾ ആദ്യമേ നമ്മളോട് ചോദിക്കണം, ഞാനിപ്പോൾ കോളേജിലേക്ക് പോകണോ സ്കൂളിലേക്ക് പോകണോ എന്ന ഒരു 5 വയസ്സുകാരൻ ചോദിച്ചാൽ അവനോട് എന്താ പറയുക? നമ്മൾ ആദ്യം നീ സ്കൂളിലേക്ക് പോയാലേ നിനക്ക് കോളേജിൽ എത്താൻ പറ്റുള്ളൂ. സ്കൂളിൽ പോയി നീ 1-ാം ക്ലാസ് മുതൽ പഠിക്കുക, 10-ാം ക്ലാസ്സും 12-ാം ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് നിനക്ക് കോളേജിലേക്ക് പോകാം. അല്ലാതെ നീ ഇപ്പോഴേ കോളേജിലേക്ക് പോകാനുള്ള അർഹത നേടിയിട്ടില്ല. അപ്പം അതുപോലെയാണ് ഈ പ്രവൃത്തിധർമ്മം. ജന്മനാ വാസനകളുള്ളവരും കാമനകളുള്ളവരും ബഹിർമുഖതയുള്ളവരുമായിട്ടുള്ള ആളുകൾക്കുള്ളതാണ്. നമ്മൾ കർദമ ചരിതമൊക്കെ വിസ്തരിച്ച് കണ്ടപ്പോൾ ആ കർദമൻ ആരാണ്?
എന്ന് കണ്ടിരുന്നു. കർദമം എന്ന് പറഞ്ഞാൽ അഴുക്കാണ്. ആ അഴുക്കുള്ളവരൊക്കെ കർദമന്മാരാണ്. അവരൊക്കെ പ്രജാപതിമാരാവേണ്ടവരാണ്. പ്രജാപതി എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥൻ എന്നാണ് അർത്ഥം. അപ്പോൾ അഴുക്കുള്ളവരൊക്കെ ഗൃഹസ്ഥാശ്രമധർമ്മം സ്വീകരിച്ച് അവരുടെ അഴുക്ക് കഴുകിക്കളയാനാണ് ആ ജീവിതത്തെ ഉപയോഗിക്കേണ്ടത്, അല്ല പുതിയ അഴുക്കുകൾ ആർജിക്കാനല്ല. അതാണ് അവിടെ ശ്രീരാമസ്വാമി പറഞ്ഞത്, ആദൗ സ്വവർണാശ്രമവർണിതാഹ ക്രിയാഹ കൃത്വ. ആദിയിൽ അവനവന്റെ വർണ്ണാശ്രമധർമ്മങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ക്രിയകളെയെല്ലാം ചെയ്തിട്ട് സമാസാദിത ശുദ്ധമാനസഃ, സമ്യക് ആസാദിത ശുദ്ധമാനസഃ, നല്ല മനസ്സിന്റെ ചിത്തത്തിന്റെ ശുദ്ധിയെ ആർജിച്ചെടുത്തിട്ട് ചിത്തത്തിലുള്ള വാസനകളെ ആവോളം ക്ഷയിപ്പിച്ച് കാമനകളെ ശമിപ്പിച്ച് വിവേക വൈരാഗ്യാദി ഗുണങ്ങളെ വളർത്തി മുമുക്ഷുത്വം തീവ്രമാക്കി. അതാണ് സമാപ്യ തത്പൂർവം ഉപാത്ത സാധന. സമാപ്യ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമധർമ്മം സമാപ്യ, പൂർവം ഉപാത്ത സാധന. മുമ്പേ രാമൻ ലക്ഷ്മണനോട് ചില സാധനകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ക്വാളിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, യോഗ്യതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് വിവേകം, വൈരാഗ്യം, ശമാധിഷട്ക സമ്പത്തി, മുമുക്ഷുത്വം മുതലായ ഗുണങ്ങൾ. അപ്പൊ അത് ആർജിച്ച ശേഷം സമാസാദിത ശുദ്ധമാനസഃ സമാപ്യ തത്പൂർവം ഉപാത്ത സാധന സമാശ്രയേ സദ്ഗുരും ആത്മലബ്ധയേ. ആത്മലബ്ധിക്കായിക്കൊണ്ട്, ആത്മജ്ഞാനം നേടാനായിക്കൊണ്ട്, ആത്മാവിനെ കുറിച്ചിട്ടുള്ള അജ്ഞാനം കൊണ്ടുള്ള മറവിനെ നീക്കാനായിക്കൊണ്ട് ഒരു സദ്ഗുരുവിനെ, ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിട്ടുള്ള യോഗ്യനായിട്ടുള്ള ഒരു സദ്ഗുരുവിനെ സമാശ്രയേ, സമ്യക് ആശ്രയേ, വേണ്ട പോലെ ശരണാഗതി ചെയ്യണം. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ എന്ന് ഗീതയിൽ പറഞ്ഞതുപോലെ ആ ഗുരുവിനെ ചെന്ന് സമാശ്രയിക്കുക. അദ്ദേഹം ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. ആ തത്വദർശികളായിട്ടുള്ള ജ്ഞാനികൾ നിങ്ങൾക്ക് ആത്മാവിനെ സംബന്ധിച്ച ജ്ഞാനം ഉപദേശിക്കും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഈ നമ്മുടെ ഗൃഹസ്ഥാശ്രമധർമ്മത്തിൻ്റെ അടിസ്ഥാനം. അതറിഞ്ഞുകൊണ്ട് വേണം ഗൃഹസ്ഥാശ്രമധർമ്മം ചെയ്യാൻ, അനുഷ്ഠിക്കാൻ. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ മുമ്പേ നമ്മൾ 33-ാം ശ്ലോകം വരെ വായിച്ചു പറഞ്ഞു. എങ്ങനെ ഗൃഹത്തിൽ ജീവിക്കുമ്പോൾ ജീവിക്കണം, ഗൃഹസ്ഥാശ്രമി ഒരു നിസ്സംഗതയോടെ ജീവിക്കണം, ത്രിവർഗങ്ങളിൽ പോലും വലിയ ആക്രാന്തം കാണിക്കാതെ. അല്ലെ, ത്രിവർഗങ്ങൾ എന്നാൽ ധർമ്മ അർത്ഥ കാമങ്ങൾ സമ്പാദിക്കുന്നതിലും വലിയ സ്ട്രെയിനൊന്നും എടുക്കാതെ ധാർമ്മികമായി തൻ്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ വന്നു ചേരുന്നതിനെ സ്വീകരിച്ചുകൊണ്ട് എതിർച്ഛാലാഭ സന്തുഷ്ടനായിക്കൊണ്ട് എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് കണ്ടു. അതുപോലെ തൻ്റെ കുടുംബത്തെ മാത്രമല്ല ചുറ്റുപാടുമുള്ളതായിട്ടുള്ള സകല ജീവരാശികളെയും പ്രകൃതിയെയും പരിരക്ഷിക്കേണ്ടതാണ് എന്നൊക്കെ വിശദമായിട്ട് പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്തുകൊണ്ട് യജ്ഞശിഷ്ടം അശിച്ചുകൊണ്ട് കഴിയണം എന്നൊക്കെ വിസ്തരിച്ച് നമ്മൾ കണ്ടു. അതുപോലെ ഭാര്യയോടുള്ള മമത പോലും വെടിഞ്ഞ് ആ ഭാര്യയെ മറ്റുള്ളവരെ സേവിക്കുവാനായിക്കൊണ്ട് അനുവാദം കൊടുക്കണം. അല്ലാതെ മമതയോടുകൂടെ അവളെ തൻ്റെ മാത്രം എന്താ പറയുക ഒരു സ്വത്തായിട്ട് പിടിച്ചു വെക്കേണ്ടതല്ല. അവൾക്ക് അവളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും വേണ്ടപ്പെട്ടവരെയൊക്കെ ശുശ്രൂഷിക്കാനുള്ളതായിട്ടുള്ള അനുവാദം കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ ആ മമതയെ വെടിയണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് കണ്ടു. അതുപോലെ തന്നെ നൈമിത്തിക കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഏതേത് കാലങ്ങളിൽ ഏതേത് ശ്രാദ്ധാദികളും മറ്റുമൊക്കെ ചെയ്യണം, ദേവയജ്ഞങ്ങൾ, പിതൃയജ്ഞങ്ങൾ, ഇതൊക്കെ ചെയ്യേണ്ട കാലങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ മനുഷ്യർക്ക് ദാനം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പിന്നീട് പറഞ്ഞപ്പോഴാണ് കാലം, ദേശം, പാത്രം, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ദാനത്തിൻ്റെ അവശ്യം കർത്തവ്യം എന്നുള്ളതായിട്ടുള്ള കാര്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വേദം പറയുന്നു, ശ്രദ്ധയാദേയം അശ്രദ്ധയാ അദേയം, ശ്രിയാദേയം ഹ്രിയാദേയം ഭിയാദേയം
സംവിധാദേയം. ഇങ്ങനെ ദാനം ചെയ്യേണ്ടത് കർത്തവ്യമാണെന്നും അത് എങ്ങനെ ദാനം ചെയ്യണമെന്നും വേദം പറഞ്ഞതിനെ ഇവിടെ വിശദമായിട്ട് ദേശകാല പാത്രങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് തരികയാണ്. ഉത്തമ ദാനമാവണമെങ്കിൽ ഉത്തമ ദേശത്ത് ഉത്തമ കാലത്ത് ഉത്തമ പാത്രത്തിന് കൊടുക്കുമ്പോഴാണ്. അതല്ലാത്ത നമ്മൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നത് മധ്യമം അല്ലെങ്കിൽ അധമം എന്നൊക്കെയുള്ള രീതിയിൽ താഴോട്ടേക്ക് പോകുന്നു. ഇന്നിപ്പോൾ നമ്മൾ വഴിയിലൊക്കെ കാണുന്ന ഭിക്ഷാന്തേഹികൾക്കായിട്ടുള്ളവർക്ക് വല്ലതും കൊടുക്കുന്നതൊക്കെ മാഫിയകളെ വളർത്തുന്നത് പോലെ ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഭിക്ഷയ്ക്ക് വരുന്നതൊക്കെ മാഫിയക്കാർ കൊണ്ടുവന്ന് ഇറക്കി വിടുന്ന ഗ്രൂപ്പുകളാണ്. അപ്പോൾ അവർക്കൊന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതൊക്കെ അധമമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് പരിണമിക്കുന്നത് കാണാം. നമുക്ക് അറിയണം ആരാണ് ഉത്തമ പാത്രം, അത് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള മാഫിയകൾ എന്താ ഉപയോഗിക്കുന്നത്? നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ ഒരു വിശ്വാസമാണ് നല്ല തീർത്ഥാടന സ്ഥാനങ്ങളിൽ, കാരണം ഇങ്ങനെയുള്ള ദേശങ്ങളിൽ വെച്ച് ദാനം ചെയ്താൽ അതിന് അക്ഷയ്യമായിട്ടുള്ള ബലം എന്ന് നമ്മുടെ പുരാണം പറഞ്ഞിട്ടുണ്ട്. ഏത് ദേശമാണോ തീർത്ഥസ്ഥാനങ്ങളായിരിക്കുന്നത്, ഭഗവത് സ്ഥാനങ്ങളായിരിക്കുന്നത്, അവിടെ ദാനം ചെയ്യുന്നത് വളരെ വർദ്ധിച്ച ഫലം തരും. അപ്പം ഇതിനെ ചൂഷണം ചെയ്യുന്ന മാഫിയകളാണ് ഇന്ന് നമ്മൾ പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും കാണുന്നതായിട്ടുള്ള ഭിക്ഷാന്തേഹികൾ. അത് നമ്മൾ മനസ്സിലാക്കാം. അതിന് അങ്ങനെയുള്ള മാഫിയകളെ വളർത്താതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവർ പലതരത്തിലുള്ളതായിട്ടുള്ള ദുഷിച്ച പ്രവൃത്തികളും സമൂഹത്തിന് എതിരായിട്ട് ചെയ്യുന്നവരാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് അവരെയൊക്കെ നിയന്ത്രിക്കാം. ഇപ്പം നമ്മൾ അയോധ്യയിൽ പോയപ്പോഴും അവിടെയും ഭിക്ഷക്കാരുണ്ട്. ഈ അയോധ്യ തീർത്ഥക്ഷേത്രത്തിൻ്റെ അടുത്തൊന്നും അവർക്ക് വരാൻ പറ്റില്ല. കാരണം നല്ല സെക്യൂരിറ്റി ഉള്ളതായിട്ടുള്ള സ്ഥലങ്ങളാണ്, അടുക്കാൻ പറ്റില്ല. മറ്റ് സ്ഥാനങ്ങളിൽ നമ്മൾ പോയപ്പോൾ ഹനുമാൻ ഗദ്ദിയിലും അതുപോലെയുള്ളതായിട്ടുള്ള മറ്റ് ചെറിയ ക്ഷേത്രങ്ങളുടെയൊക്കെ സന്നിധി, ഹനുമാൻ ഗദ്ദിയിലാണ് ഏറ്റവും കൂടുതൽ. ധാരാളം ഭിക്ഷക്കാർ നമ്മുടെ അടുത്തേക്ക് വന്ന് കൈനീട്ടും. പക്ഷേ അവിടെയൊക്കെ അവർക്ക് ഭക്ഷണത്തിനാണെങ്കിൽ ഇഷ്ടം പോലെ അന്നദാനം കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്കൊക്കെ ആർക്ക് വേണമെങ്കിൽ അവിടെ പോയി കൈ വീശി ഭക്ഷണം 10 പൈസ കയ്യിലില്ലാതെ അനേക അന്നദാന കൗണ്ടറുകളുണ്ട്. അത് പല ട്രസ്റ്റുകളും നടത്തുന്നുണ്ട്, മറ്റ് പല കോർപ്പറേറ്റുകൾ നടത്തുന്നുണ്ട്, ധനികന്മാരായ വ്യക്തികൾ നടത്തുന്നുണ്ട്, ഭക്തജന സംഘങ്ങൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ പലരുടെയും അന്നദാന കൗണ്ടറുകൾ നമുക്ക് റോഡിൽ വഴിനീളെ കാണാം. ആർക്കും പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. അയോധ്യയിൽ പോയാൽ ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയല്ല, പിന്നെ ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭിക്ഷാടനം എന്ന് ചോദിച്ചാൽ അത് മാഫിയകൾക്ക് വേണ്ടിയിട്ടുള്ള കൂലിപ്പണി എടുക്കുകയാണ് അവർ. അത് നമ്മൾ തിരിച്ചറിയുക, അവരെ പരിഗണിക്കാതിരിക്കുക. ഒരാൾക്ക് കൊടുത്താലോ തേനീച്ച ഇതുപോലെ ഇളകി എല്ലാവരും കൂടി നമ്മളെ ഒന്ന് ആക്രമിക്കും പോലെ നമ്മുടെ അടുത്ത് പൈസയുണ്ട്, നമ്മൾ കൊടുക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കി എല്ലാവരും കൂടി വന്ന് പൊതിയുകയും ചെയ്യും. ഒരാൾക്ക് കൊടുത്താൽ ഒരേ സമയം 50 ആൾ നമ്മുടെ ചുറ്റും വന്ന് നമ്മളെ വളയും. അപ്പോൾ ഇതൊക്കെ മാഫിയകളാണ്. അത് മനസ്സിലാക്കി നമ്മൾ ഓരോ തീർത്ഥക്ഷേത്രത്തിലും പോകുമ്പോൾ അർഹിക്കുന്നതായിട്ടുള്ള ആളുകൾ അവർ യാചിച്ച് നടക്കില്ല. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞ് കണ്ടുപിടിച്ച് കൊടുക്കണം യഥാർത്ഥത്തിൽ അർഹിക്കുന്നവരാരാണെന്ന്. അവർക്കിത്തിരി എന്താ പറയുക, ലജ്ജയും സങ്കോചമൊക്കെ ഉണ്ടാവും. മാന്യന്മാരായിരിക്കും. ഇവരെ പോലെ ലജ്ജയില്ലാതെ എന്തും കാണിക്കുന്നവരല്ല. അപ്പോൾ അവരെ നമ്മൾ തിരിച്ചറിഞ്ഞ് കൊടുക്കുകയാണ് വേണ്ടത്. വരായണം. അപ്പം അങ്ങനെ ദേശം അല്ലേ, കാലം, ദേശം, ഇതിനെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ അവസാനം കണ്ടത് ദേശത്തെക്കുറിച്ചാണ്. അത് ദേശാൻ പ്രവക്ഷ്യാമി ധർമാതി ശ്രേയ ആവഹാൻ സവൈ പുണ്യതമോ ദേശ സത്പാത്രം യത്ര ലഭ്യതേ. സൽപാത്രങ്ങൾ എവിടെ ലഭിക്കുന്നുവോ അതാണ് പുണ്യതമമായിട്ടുള്ള ദേശം എന്ന് പറഞ്ഞു. എവിടെയാണോ ഭഗവാന്റെ ബിംബം പൂജിക്കപ്പെടുന്നത്, ഭഗവാൻ തന്നെയാണ് സർവചരാചരങ്ങളും, എവിടെയാണോ തപോവിദ്യ ദയാന്വിതം ബ്രാഹ്മണകുലം, നല്ല ബ്രാഹ്മണകുലം സജ്ജനങ്ങൾ എവിടെയാണുള്ളത്, എവിടെയാണോ ഹരിയുടെ അർച്ച
നിരന്തരം നടക്കുന്നത് സദേശ ശ്രേയസാം പദം. എവിടെയാണോ ഗംഗാദി നദികൾ പുരാണങ്ങളിൽ വിസ്തൃതമായിരിക്കുന്നത്, അതുപോലെ പുഷ്കരാദി സരസ്സുകളും അതുപോലെ പലതരത്തിലുള്ളതായിട്ടുള്ള ക്ഷേത്രങ്ങളും, കുരുക്ഷേത്രം, ഗയ, പ്രയാഗം, പുലഹാശ്രമം, നൈമിഷം, ഭാൽഗുനം, സേതു, പ്രഭാസം, കുശസ്ഥലി, വാരാണസി, മധുപുരി, പമ്പ, ബിന്ദു സരസ്, നാരായണാശ്രമം, നന്ദ, സീതാരാമ ആശ്രമാദയ സർവേ കുലാചലാരാജൻ മഹേന്ദ്ര മലയാദയ. മഹേന്ദ്രപർവ്വതം, മലയപർവ്വതം മുതലായ വലിയ പർവ്വതങ്ങൾ, പർവ്വതനിരകൾ എല്ലാം തന്നെ മഹാത്മാക്കൾ തപസ് ചെയ്യുന്ന സ്ഥാനങ്ങളാണ്. അതുകൊണ്ടാണ് പർവ്വതങ്ങളെ എടുത്തു പറയുന്നത്. ഗുഹകളിലും മറ്റുമൊക്കെ മഹാത്മാക്കൾ തപസ് അനുഷ്ഠിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഏതേ പുണ്യതമാദേശ ഹരേരർച്ചാശ്രിതാശ്ചയേ ഏതാൻ ദേശാൻ നിഷേവേത ശ്രേയസ്കാമോ ഹ്യഭീഷ്ണശഃ. ഇതൊക്കെയാണ് ഹരിയുടെ അർച്ച എവിടെ നടക്കുന്നുവോ അതാണ് പുണ്യതമങ്ങളായ ദേശങ്ങൾ. ആ ദേശങ്ങളെ ശ്രേയസ്കാമികൾ നിരന്തരം സേവിക്കേണ്ടതാണ്. അഭീക്ഷ്ണശഃ നിഷേവേത. നിഷേവേത നിതരാം സേവേത, നന്നായി സേവിക്കണം. അഭീഷ്ണശഃ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്നാണ്, നിരന്തരം എന്നൊക്കെ അർത്ഥം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പുണ്യ തീർത്ഥങ്ങളിലേക്ക് നമ്മൾ പോകുന്തോറും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സത്വഗുണം വർദ്ധിച്ചു വരും, നമ്മുടെ ഉള്ളിലുള്ള പാപവാസനകൾ കുറഞ്ഞു വരും, നമ്മുടെ ഉള്ളിൽ ദാനശീലം വർദ്ധിച്ചു വരും, അതുപോലെ എതിർച്ചാലാപ സന്തുഷ്ടി മുതലായ ഗുണങ്ങൾ നമുക്ക് വർദ്ധിച്ചു വരും. ഒരു സന്യാസിയെ പോലെ പാകപ്പെട്ടു വരും ഒരു ഗൃഹസ്ഥൻ നിരന്തരം തീർത്ഥാടനം ചെയ്താൽ. അപ്പൊ ഒരു ഗൃഹസ്ഥനെ സന്യാസിയുള്ളൊരു ട്രെയിൻ നമ്മൾ ശബരിമലയിൽ കാണുന്നില്ലേ? ശബരിമല തീർത്ഥാടനം എന്നുള്ളത് ഗൃഹസ്ഥന്മാരുടെ ഒരു സന്യാസ പർവമാണ്. ഒരു 41 ദിവസം കഠിനമായിട്ടുള്ള ബ്രഹ്മചര്യ വ്രതത്തോടെ നല്ല സാത്വികമായ ലഘുഭക്ഷണം കഴിച്ചുകൊണ്ട്, ഭാര്യാ സമ്പർക്കമില്ലാതെ, സ്ത്രീ സമ്പർക്കമില്ലാതെ, ദീക്ഷയോടുകൂടെ താടിയും തലയും ഒക്കെ വളർത്തിക്കൊണ്ട്, നഖം മുറിക്കാതെ, ചെരുപ്പിടാതെ, കറുത്ത വസ്ത്രം മാത്രം ധരിച്ച്, കഴിയുന്നത്ര ഭൂമിയിൽ ശയിച്ച്, അല്ലേ? അങ്ങനെയൊക്കെയാണല്ലോ പഴയ ശബരിമല വ്രതം. അപ്പോൾ ഒരു 41 ദിവസം, ഒരു വർഷത്തില് 41 ദിവസം ഈ വ്രതം അനുഷ്ഠിക്കുന്നത് എന്തിനാണ്? സന്യാസത്തിലേക്കുള്ള ട്രെയിനിങ് ആണ്. 41 ദിവസം എന്ന് പറയുമ്പോൾ ഒരു മണ്ഡലം, ഒരു കാര്യം ശീലിച്ചാൽ അത് നമുക്ക് തുടർച്ചയായിട്ട് കുറെ കാലം ചെയ്യാനായിട്ട് സാധിക്കും. ഇതിങ്ങനെ വർഷത്തിൽ ഒരു മണ്ഡലം ചെയ്യുമ്പോൾ അതൊരു റീചാർജിങ് ആയിട്ട് മാറും. അപ്പൊ അതിങ്ങനെ അവനവനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, നിരന്തരം ശബരിമലയ്ക്ക് പോകുന്നതായിട്ടുള്ള എത്രയോ മഹാത്മാക്കൾ, ഗുരുസ്വാമിമാർ, അവരുടെ ജീവിതം തന്നെ എല്ലായ്പ്പോഴും ഒരു അയ്യപ്പ വ്രതത്തിൽ കമ്മിറ്റഡ് ആയിരിക്കും. വർഷത്തില് 41 ദിവസം വ്രതമെടുത്ത് മകരവിളക്കിനോ മണ്ഡലവിളക്കിനോ ആയിരിക്കും അവർ ശബരിമലയ്ക്ക് പോകുന്നുണ്ടാവുക. പക്ഷെ ബാക്കിയുള്ള ജീവിതവും കൂടി നോക്കിയാൽ അവരൊക്കെ വളരെ സാത്വികമായിട്ടുള്ള ജീവിതം നയിക്കുന്നത് കാണാം. നമ്മുടെ ചുറ്റും, നമ്മുടെ കുടുംബത്തിലും ഒക്കെ നമ്മുടെയൊക്കെ കാരണവന്മാർ പലരും അങ്ങനെ ഉണ്ടായിരുന്നു. വെറും 41 ദിവസം കഴിഞ്ഞ് മാലയൂരിയാൽ പിന്നെ തോന്നിയവാസികളാവുന്നില്ല അവർ സമൂഹത്തിലും കുടുംബത്തിലും ഒരു നായക സ്ഥാനം, അവരുടെ ഗുരുസ്വാമി എന്നുള്ളതായിട്ടുള്ള പദവി അവരെന്നും നിലനിർത്തിക്കൊണ്ട്, എവിടെയും ബഹുമാന്യരായിക്കൊണ്ട്, ആർക്കൊക്കെ ഗുരുസ്വാമിയാണോ ആരെയൊക്കെ ഈ ശബരിമല മാർഗത്തിലേക്ക് ഇനീഷ്യേറ്റ് ചെയ്യുന്നുവോ, അല്ലേ, മുദ്ര ധരിപ്പിച്ചു കൊടുത്ത് വ്രതങ്ങളെക്കുറിച്ച് ഉപദേശിച്ച് കൂടെ കൊണ്ടു നടന്ന് ശബരിമലയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഗുരുസ്വാമി നല്ല വ്രതമുള്ള ആളാണെങ്കിൽ, അദ്ദേഹത്തിന് ജീവിതത്തിലും ആ സ്വഭാവമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഈ പറയുന്ന ശിഷ്യഗണങ്ങൾ എപ്പോഴും ബഹുമാനിക്കും, എപ്പോഴും ഗുരുസ്വാമിയായിട്ട് കാണും. അദ്ദേഹത്തിന്റെ വാക്ക് അവർക്ക് അവസാന വാക്കാണ്. വീട്ടിലുള്ള അച്ഛനമ്മമാര് പറയുന്നതിനേക്കാൾ ഈ ഗുരുസ്വാമിയുടെ വാക്കിന് അവര് വില കൽപ്പിക്കും. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ തന്നെ അമ്മാവന്മാരും വലിയച്ഛന്മാരും ഒക്കെ നമുക്കറിയാം. അവര് ആർക്കൊക്കെ ഗുരുസ്വാമിമാരായിരുന്നോ അവരെ കാണുമ്പോൾ ഓടി വന്ന് കാലിൽ വണങ്ങുന്ന എത്രയോ ശിഷ്യഗണങ്ങളെ നമുക്കറിയാം. അവരുടെ ഏത് വിശേഷങ്ങൾക്കും ഇവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇവരുടെ ആജ്ഞപ്രകാരം നടത്തുന്നത് നമുക്കറിയാം. ഇപ്പോൾ വിവാഹ വേദികളിലും ഒക്കെ ഈ ഗുരുസ്വാമിമാർ നിന്ന് നിർദ്ദേശം കൊടുത്താൽ അതിന് യാതൊരു മാറ്റവും ഇല്ല.
അതുപോലെ ഏത് വിശേഷങ്ങളും അവർ വന്ന് നിയന്ത്രിക്കും, കാരണവന്മാർ വന്ന് നിയന്ത്രിക്കും. അപ്പോൾ ആ ഗുരുക്കന്മാർക്ക് അവരുടെ ആ വ്രതം കൊണ്ട്, തപസ്സുകൊണ്ട്, 41 ദിവസത്തെ തപസ്സുകൊണ്ട് ജീവിതം മുഴുവൻ നല്ലൊരു പക്വമായിട്ട് ജീവിക്കാൻ, ലളിതമായി മിതമായി മറ്റുള്ളവർക്കെല്ലാം ഒരു മാതൃകയായി ജീവിക്കാനായിക്കൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ കഴിഞ്ഞിരുന്നു. ആ കാലം അത് നമ്മൾ ഓർത്തെടുക്കുക. നമ്മുടെ പൂർവികരെങ്ങനെ ആ വ്രതത്തോടുകൂടെ ജീവിച്ചു, അത് പിന്നെയും ബാക്കി 11 മാസത്തിലും അവർ ജീവിതത്തിൽ കൊണ്ടു നടന്നു. അതാണ് യഥാർത്ഥ ഗൃഹസ്ഥാശ്രമ ജീവിതം. അങ്ങനെയുള്ളവർ അവരുടെ കുടുംബകാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അവരുടെ എന്താ പറയുക, മുതിർന്ന കാരണവന്മാർക്കൊക്കെ സംരക്ഷണം കൊടുത്തിരുന്നു. നമ്മുടെയൊക്കെ കാരണവന്മാർ, വല്യച്ഛന്മാർ, അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെയുള്ള വ്രതമുള്ളവരായിരുന്നു. ശമ്പളം കിട്ടിയാൽ ആദ്യം ഇന്നന്ന അമ്മാമ്മമാർക്കൊക്കെ അയച്ചു കൊടുക്കാനുള്ളതൊക്കെ അയച്ചു കൊടുക്കുക. ജോലിയൊന്നുമില്ലാതെ പെൻഷനൊന്നും ഇല്ലാതെ ഇരിക്കുന്ന പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ ആദ്യം ഇത്ര തുക അയച്ചു കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ ആദ്യം സുരക്ഷിതമാക്കുക. എന്നിട്ട് താഴെയുള്ള ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അനിയത്തിമാരോ അവരുടെ മക്കളോ അങ്ങനെയുണ്ടെങ്കിൽ അവർക്കൊക്കെ ഓരോ അംശം, തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഓരോ അംശം അങ്ങനെ വിഭജിച്ച് അവർക്കും കൊടുക്കുക. അതൊരു വ്രതമായിട്ട് മാസം മാസം മുടങ്ങാതെ ശമ്പളം കിട്ടിയാൽ ആദ്യം ഈ കർത്തവ്യങ്ങൾ നിർവഹിച്ച് ബാക്കിയുള്ളത് കൊണ്ട് കുടുംബം നടത്തിക്കൊണ്ടിരുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ നല്ല മാതൃകകളായിരുന്നു. ഈ ശബരിമല ഗുരുസ്വാമിമാരായിരുന്നത് കൊണ്ടാണ് അവർക്ക് അത് സാധിക്കുന്നത്. അങ്ങനെയുള്ള എത്രയോ ആളുകളെ നമ്മുടെ കുടുംബത്തിൽ കാണാം. അപ്പം അതൊക്കെ മാറിപ്പോയി. ഇപ്പോഴത്തെ ജീവിത രീതി എന്നുള്ളത് എല്ലാം മാറി. ഇപ്പോഴുള്ള ശബരിമല യാത്രയും മാറി, അതിലെ വ്രതങ്ങളും കുറഞ്ഞു. മലയാളികളാണ് ഏറ്റവും അധികം വെള്ളം ചേർത്തത്. തോന്നിവാസികളായി മാറിയത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ധർമ്മ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു തിരിച്ചു പോക്ക് വേണമെങ്കിൽ വേണ്ടവർക്ക് ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ചാലേ ഭാവിയിൽ നമ്മുടെ ഈ സനാതനധർമ്മം നിലനിൽക്കുകയുള്ളൂ. നമ്മുടെ വരും തലമുറകളിലൂടെ ഈ സനാതനധർമ്മം നിലനിൽക്കാൻ. നമ്മുടെ ഈ ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോൾ അന്യാധീനപ്പെട്ട് കിടക്കുന്നതൊക്കെ ഇപ്പോൾ തിരിച്ചെടുക്കുന്നൊരു കാലമുണ്ട്, നല്ല കാലം. അതിനീ നിലനിൽക്കണമെങ്കിൽ ഇതുപോലെ ധർമ്മനിഷ്ഠരായിട്ടുള്ള ആളുകൾ വീണ്ടും വേണം, തപസ്വികളായിട്ടുള്ള ആളുകൾ വേണം. അല്ലെങ്കിൽ വീണ്ടും അത് മറ്റുള്ളവർ കയ്യേറി പൊക്കോളും. ഈ കഷ്ടപ്പാടുകളൊക്കെ വൃഥാവിലാവും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള തീർത്ഥാടന സ്ഥാനങ്ങളെ ശ്രേയസ്കാമികൾ അഭീക്ഷ്ണശഃ ഏതാൻ ദേശാൻ നിഷേവേത. അല്ലാതെ സ്വന്തം വീട്ടിലുള്ള ആ കംഫർട്ട് സോൺ വിട്ടുപോകാതെ, അല്ലേ? നമ്മുടെ ഇന്നത്തെ സ്വഭാവം എന്താണ്? നമ്മുടെ ബന്ധുഗൃഹങ്ങളിൽ പോയിട്ട് പോലും ഒരു ദിവസം തങ്ങുന്ന സ്വഭാവമില്ല. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? നമുക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ശനി ഞായറും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓണ വെക്കേഷൻ, അല്ലെങ്കിൽ നവരാത്രി വെക്കേഷൻ, അല്ലെങ്കിൽ ക്രിസ്മസ് വെക്കേഷൻ, ആനുവൽ വെക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ കാത്തിരിക്കുകയാണ് നമ്മൾ എന്തിന്? നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോയിട്ട് താമസിക്കാം. അമ്മാവൻ്റെ ഗൃഹത്തിലോ, വല്യമ്മയുടെ ഗൃഹത്തിലോ, ചെറിയമ്മയുടെ ഗൃഹത്തിലോ, അല്ലെങ്കിൽ തറവാട്ടിലെ മുത്തശ്ശിയുടെ കൂടെയോ നമ്മൾ ഓടിച്ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതുപോലെയുള്ള സ്വീകരണം. അവിടുത്തെ കുട്ടികളുമായിട്ട് നമ്മൾ വേറെ ഭേദമില്ലാതെ അവർ നമ്മളെ സ്നേഹിച്ചിരുന്നു, നമ്മളെ സൽക്കരിച്ചിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? വളരെയധികം ഭേദബുദ്ധിയോട് കൂടിയിട്ടാണ് ഈ അച്ഛനമ്മമാർ കുട്ടികളെ കാണുന്നത് പോലും. സ്വന്തം സഹോദരിമാരുടെ കുട്ടികളെ തൻ്റെ കുട്ടിയെ കാണുന്നത് പോലെ കാണുന്നില്ല. അതുകൊണ്ടാണ് പോകാൻ തോന്നാത്തത്, ആ സ്നേഹമില്ലാത്തത്. കാണുമ്പോഴുള്ള ചില പ്രകടനങ്ങൾ മാത്രമേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു അഭേദബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് സധൈര്യം നമ്മുടെ ബന്ധുഗൃഹങ്ങളിലേക്ക് ഇപ്പോൾ പോകാൻ തോന്നാത്തത്. നമ്മുടെ ഗൃഹമാണ് എന്ന് തോന്നൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ അവനവൻ്റെ ഗൃഹത്തിൽ തന്നെ, അവനവൻ്റെ മുറിയിൽ തന്നെ അടച്ച് പൂട്ടിയിരിക്കുന്ന കുട്ടികളെയാണ് നമ്മളിന്ന് കാണുന്നത്. കിണറ്റിൽ കിടക്കുന്ന തവളകളായിട്ട്, തടവ് മുറികളിൽ കിടക്കുന്ന കുട്ടികളായിട്ട്, അവിടെയാണ് അവരുടെ കംഫർട്ട് സോൺ. അത് വിട്ട് വേറെ എവിടെയും പോയി കഷ്ടപ്പെടാൻ തയ്യാറുമല്ല.
അപ്പോൾ എന്തെങ്കിലും മറ്റുള്ളവിടെ പോയാൽ ഇത്തിരി ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കാൻ, അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് സ്നേഹം കൊണ്ടെല്ലാം അതിക്രമിക്കാനായിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കണം. കുട്ടികൾക്ക് പരസ്പരം സഹകരിക്കാനും സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെയുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കണം. അവരെ സ്വാർത്ഥരാക്കി സെൽഫ് സെൻറ്റേർഡാക്കി വളർത്തുന്ന ഇന്നത്തെ സമ്പ്രദായം തീരെ അവർക്കും നല്ലതല്ല. അവരുടെ മാനസികാരോഗ്യത്തിനോ മറ്റ് ശാരീരിക ആരോഗ്യത്തിനോ അവരുടെ സ്പിരിച്വൽ വളർച്ചയ്ക്കോ ഒക്കെ തടസ്സമാണ് ഇന്നത്തെ ഈ ജീവിത രീതി. അപ്പോൾ എല്ലാ തരത്തിലും അവർ വികസിക്കണമെങ്കിൽ അവർ പുറത്തേക്ക് ഇറങ്ങണം, ബന്ധുഗൃഹങ്ങളിലൊക്കെ പോയി താമസിക്കണം, തീർത്ഥാടനങ്ങൾ ചെയ്യണം, തീർത്ഥസ്ഥാനങ്ങളിൽ ചെന്ന് താമസിക്കണം, കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കണം. തീയിൽ മുളച്ചത് വെയിലത്ത് പാടില്ല അല്ലേ? അപ്പോൾ അതുപോലെ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കണം. അവർക്ക് എവിടെ പോയാലും അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. വീണേടം വിഷ്ണു ലോകം, ലോകമേ തറവാട്, വസുധൈവ കുടുംബകം എന്നൊക്കെയുള്ള ആ ആശയം അവരുടെ ഉള്ളിൽ ഉറപ്പിക്കണം. അപ്പോൾ ഇതാണ് ദേശങ്ങളെക്കുറിച്ച്, തീർത്ഥാടനങ്ങളെക്കുറിച്ച്, ദാനധർമാദികളെക്കുറിച്ചൊക്കെ പറയുന്നത്. ഇനി പാത്രത്തെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നു. ഏത് പാത്രത്തിനാണ് ദാനം ചെയ്യേണ്ടത്? പാത്രം ത്വത്ര നിരുക്തം വൈ കവിഭിഃ പാത്രവിത്തമൈഃ ഹരിരേവൈ ഗൗർവീശ യന്മയം വൈ ചരാചരം. പാത്രം ത്വത്ര നിരുക്തം വൈ കവിഭിഃ പാത്രവിത്തമൈഃ ഹരിരേവൈ ഗൗർവീശ യന്മയം വൈ ചരാചരം. ആരാണ് പൂജ്യനായിരിക്കുന്ന ഉത്തമ പാത്രം? ഏത് പാത്രത്തിലാണ് നമ്മൾ ദാനം ചെയ്യുമ്പോൾ അത് ഉത്തമമാവുന്നത്? അതിനെക്കുറിച്ചാണ് പറയുന്നത്. പാത്രം തു അത്ര നിരുക്തം വൈ കവിഭിഃ പാത്രവിത്തമൈഃ. പാത്രവിത്തമൈഃ കവിഭിഃ. പാത്രവിത്ത എന്ന് പറഞ്ഞാൽ പാത്രത്തെക്കുറിച്ച് അറിയുന്നവർ. പാത്രം വേത്തീതി പാത്രവിത്ത്. അവരിൽ തമന്മാരാണ് പാത്രവിത്തമന്മാർ. അങ്ങനെയുള്ളവരാൽ എന്ന് തൃതീയ ബഹുവചനമാണ് പാത്രവിത്തമൈഃ. പാത്രവിത്തുക്കളിൽ തമന്മാരായിരിക്കുന്ന കവിഭിഃ. കവികൾ എന്ന് പറഞ്ഞാൽ ദീർഘദർശികൾ, ജ്ഞാനികൾ, മഹാത്മാക്കൾ, പൂർവീകരായിട്ടുള്ള ഋഷികൾ എന്നൊക്കെ അർത്ഥം. അങ്ങനെയുള്ള കവികളാൽ അത്ര നിരുക്തം, പാത്രം നിരുക്തം, പാത്രത്തെക്കുറിച്ച് നിരുക്തം. നിരുക്തം എന്ന് പറഞ്ഞാൽ നിതരാം ഉക്തം അല്ലെങ്കിൽ നിശേഷേണ ഉക്തം എന്നൊക്കെ അർത്ഥമാണ്. നിഹി ഉക്തം നിരുക്തം. നിഹി എന്നുള്ളത് നിശേഷേണ അല്ലെങ്കിൽ നിതരാം എന്നുള്ള അതിൻ്റെ ഒരു അബ്രീവിയേഷനാണ്, പ്രിഫിക്സായിട്ട് ഉപയോഗിക്കുന്നു. അപ്പം നിതരാം എന്ന് പറഞ്ഞാൽ ഏറ്റവും, നിശേഷേണ എന്ന് പറഞ്ഞാൽ നന്നായിട്ട്, മുഴുവനായിട്ട് എന്നൊക്കെ അർത്ഥത്തിൽ ദിഹി. അപ്പം നിതരാം എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ നിരുക്തം എന്ന് പറഞ്ഞാലോ നന്നായി പറയപ്പെട്ടിരിക്കണം. ഇതിനെക്കുറിച്ച്, പാത്രത്തെക്കുറിച്ച്. ആരാൽ? പാത്രവിത്തമന്മാരായ കവികളാൽ. അപ്പോൾ പാത്രവിഷയത്തെക്കുറിച്ച് കവികളാൽ ഇവിടെ നല്ലതുപോലെ നിശ്ചയിച്ച് പറയപ്പെട്ടിരിക്കുന്നു, നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഹേ ഉർവീശ, ഇവിടെ യുധിഷ്ഠിരനെ നാരദൻ സംബോധന ചെയ്യാണ്. അല്ലയോ രാജാവേ ഉർവീശ, അത്ര ഹരിഹി ഏകയേവ പാത്രം. ഇവിടെ ഹരി ഒരുവൻ തന്നെയാണ് ഉത്തമ പാത്രം. അപ്പൊ ഭഗവാനാണ് ഉത്തമ പാത്രം. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ആർക്കൊക്കെ ദാനം ചെയ്യുന്നുവോ അവരെയൊക്കെ ഹരിയായിട്ട് കാണുകയും വേണം. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഹരിജനങ്ങൾ എന്ന പേരുണ്ടായത്. ഹരിജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരും ഹരിയെ പോലെ പൂജിക്കേണ്ടവരാണ് എന്നാണ് അർത്ഥം. അല്ലാതെ അവരെ നിന്ദിക്കേണ്ടവരാണ് എന്നുള്ളതല്ല. അവരെ നിങ്ങൾ കരുതലോടെ വേണ്ട ദാനാദികൾ ചെയ്ത് അവരെ സംരക്ഷിക്കേണ്ടതാണ്. ഹരി തന്നെയാണ്, വിഷ്ണു തന്നെയാണ്. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോ എന്താ പറയുക ഭിക്ഷുവും ഹരിയാണെന്ന് കരുതി നരസേവ, നാരായണ സേവ, മാനവസേവ, മാധവസേവ
ജീവസേവ ജനാർദ്ദന സേവ എന്നുള്ള ഭാവത്തിൽ. അപ്പൊ മുമ്പിൽ വരുന്നത് ഹരിയാണെന്ന് കണ്ടുകൊണ്ട്, അപ്പൊ ഹരിയാണ് ഏറ്റവും വലിയ പാത്രം. കൊടുക്കാൻ യോഗ്യമായിട്ടുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഏറ്റവും യോഗ്യം അത് ഭഗവാനാണ് കൊടുക്കുന്നത്, ഉത്തമം. അപ്പോൾ നമ്മൾ ആർക്ക് കൊടുക്കുന്നതും ഭഗവാന് കൊടുക്കുന്നതായി കാണുകയും വേണം. അതാണ് ശ്രീഹരി ഏകൻ തന്നെയാണ് ഇവിടെ ഉത്തമ പാത്രം. ഭഗവാന് കൊടുക്കുന്നതാണ് ഉത്തമം. യന്മയം വൈ ചരാചരം. എന്തുകൊണ്ടെന്നാൽ ഈ ചരാചരം യന്മയം, ഈ ചരവും അചരവുമായ ലോകം ഏതൊരുവന്റെ സ്വരൂപമാണ്. ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആരാണ്? ഹരിയാണ്. അപ്പോൾ ആ ഹരിയിൽ നിന്നാണ് നമുക്കെല്ലാം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഹരിയുടേതാണ്. അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ടതും ഹരിക്ക് തന്നെയാണ്. ഏറ്റവും ഉത്തമ പാത്രം ഹരിയാണ്. ഇനി ഹരി എന്ന് സങ്കല്പിച്ച് ആർക്ക് കൊടുത്താലും ആ ഹരി പ്രസാദിക്കും, ലോകമേ പ്രസാദിക്കും. കാരണം ഹരി ലോകം തന്നെയാണ്. അപ്പോൾ ഇതാണ് ദാനത്തിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ഞാൻ കൊടുക്കുന്നത് ഉത്തമ പാത്രമായിട്ടുള്ള ഹരിക്കാണ്, ഭഗവാനാണ്. അതാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ദാനം ചെയ്യുന്നതിൽ, ഭണ്ഡാരങ്ങളിൽ ഇടുന്നതിന്, വഴിപാട് ചെയ്യുന്നതിനൊക്കെ മടിയില്ലാതിരിക്കുന്നത്. കാരണം അവിടെ നമുക്ക് യാതൊരു ദോഷവും കാണുന്നില്ല. ക്ഷേത്രങ്ങളിൽ ദാനം ചെയ്യുമ്പോൾ ഹരിക്കാണ് കൊടുക്കുന്നത് എന്നുള്ള ആറ്റിറ്റ്യൂഡ് പൂർണ്ണമായിട്ടുണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ കാണേണ്ടിയിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നതായിട്ടുള്ള ധനം ഏതൊക്കെ രീതിയിൽ ദുർവിനിയോഗം ചെയ്യുന്നു, ധൂർത്തടിക്കുന്നു, അല്ലെങ്കിൽ ഈ ഹരിയെ നിന്ദിക്കാൻ തന്നെ ഉപയോഗിക്കുന്നു, ഹരിയെ സേവിക്കുന്ന ഭക്തന്മാരെ ഉപദ്രവിക്കാനായിക്കൊണ്ടും ഈ സനാതനധർമ്മത്തെ തകർക്കാനുള്ള മറു പ്രവർത്തനങ്ങൾക്ക് ഇവിടുത്തെ ധനം ദുരുപയോഗം ചെയ്യുന്നു. അല്ലേ? ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് മതസ്ഥർക്ക് ആനുകൂല്യങ്ങൾ വാരിക്കൊടുക്കുന്നു. മദ്രസകൾ വളർത്താനും അവിടെയുള്ള എന്താ പറയുക, ഇത് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർക്ക് ശമ്പളവും പെൻഷനും മറ്റു പല ലോണുകളും ആനുകൂല്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് ആ മതത്തെ വളർത്തും തോറും അവിടെ എന്താ വളരുന്നത് എന്ന് ശ്രദ്ധിക്കുന്നുമില്ല. അവിടെ വളരുന്നത് മുഴുവൻ തീവ്രവാദമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുമില്ല. ഇങ്ങനെ ഗവൺമെന്റ് അവർക്ക് ആനുകൂല്യം കൊടുക്കുമ്പോൾ അവരുടെ പാഠ്യപദ്ധതി എന്താണെന്ന് ഒന്ന് സൂപ്പർവൈസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടി ഈ ഗവൺമെന്റിന് ഉണ്ടാവണം. ആനുകൂല്യങ്ങൾ കൊടുത്താൽ മാത്രം പോരാ, അത് എന്തിനു വേണ്ടി വിനിയോഗിക്കപ്പെടുന്നു, എങ്ങനെയാണ് അവിടുത്തെ പാഠ്യപദ്ധതി, എന്തൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരെയൊക്കെ ശത്രുക്കളായി കണ്ടുകൊണ്ട് അവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ് എന്നാണ് ആദ്യ പാഠം ഇവിടെയൊക്കെ പഠിപ്പിക്കുന്നത്. അതാണിന്ന് തീവ്രവാദം വർദ്ധിച്ചു വരുന്നത്. നമ്മളൊരു 30 വർഷം മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. 1990-കൾക്ക് മുമ്പ് നമ്മളൊക്കെ സഹോദരങ്ങളെ പോലെ സുഖമായി കഴിഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് വളർന്നു വന്നിരിക്കുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടികളാൽ നയിക്കപ്പെടുന്ന ഗവൺമെന്റുകൾ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. കാരണം അവർ വോട്ട് ബാങ്കാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വലിയ വലിയ ദേവസ്വ ക്ഷേത്രങ്ങളിലൊന്നും കൊണ്ടുപോയി കൊടുക്കുന്നതിനെ നമ്മൾ അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് അവരവിടെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, ധൂർത്തടിക്കുന്നതുകൊണ്ട്. അതുതന്നെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ തന്നെ നേരിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ പരിസരങ്ങളിലുള്ളതായിട്ടുള്ള വരുമാനമില്ലാത്തതായിട്ടുള്ള ക്ഷേത്രങ്ങളിലേക്ക് ആ വരുമാനം കൊടുക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള വഴിപാടുകൾ ഇവിടെ ചെയ്ത് ഈ ക്ഷേത്രങ്ങളെ വളർത്താം. കുറച്ചുകൂടി അവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്താം. ചെറിയ ക്ഷേത്രങ്ങളിലൊന്നും പൂജകന്മാരെ കിട്ടാനേ ഇല്ല. എന്തുകൊണ്ട്? ശമ്പളം മര്യാദയ്ക്ക് കൊടുക്കാത്തത് കൊണ്ട്. ഒരു മര്യാദയ്ക്ക് വിളക്ക് വയ്ക്കാനില്ല, നല്ല നിവേദ്യം കൊടുക്കാനില്ല. അതൊക്കെ മാറണമെങ്കിൽ ആ ക്ഷേത്രങ്ങളിലേക്ക് നമ്മുടെ സഹായം ഉണ്ടാവണം. അപ്പോൾ അവിടെയും ഹരി തന്നെയാണ് ഉള്ളത്. ഗുരുവായൂരിലും ശബരിമലയിലും മാത്രമല്ല, അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല ഹരിയുടെ സ്ഥാനം. ചെറിയ ക്ഷേത്രങ്ങളും അവഗണിക്കപ്പെട്ടുകൊണ്ട് കിടക്കുന്നുണ്ട്. അവിടേക്ക് നമ്മൾ നമ്മുടെ വരുമാനം കൊടുത്താൽ, നമ്മൾ ഇത് ചെയ്താൽ അതും ഉത്തമമായിട്ടുള്ള പാത്രം തന്നെയാണ്. അതിന് വകതിരിവോടുകൂടി ചെയ്യുക. അപ്പോൾ പറഞ്ഞു വന്നത് ഹരി തന്നെയാണ്
ഉത്തമപാത്രമെന്ന് കവികളാൽ നിരൂപിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഈ ചരാചരം ആ ഹരി തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ ചരാചരം പ്രസാദിക്കുന്നു, ചരാചരം തൃപ്തിയെ പ്രാപിക്കുന്നു എന്നാണ് അതിൻ്റെ താല്പര്യം. ദേവർഷ്യർഹൽസു വൈ സത്സു തത്ര ബ്രഹ്മാത്മജാദിഷു രാജൻ യദഗ്രപൂജായാം മദഃ പാത്രതയാച്യുതഃ. ദേവർഷ്യർഹൽസു വൈ സത്സു തത്ര ബ്രഹ്മാത്മജാദിഷു രാജൻ യദഗ്രപൂജായാം മദഃ പാത്രതയാച്യുതഃ. ഇപ്പോ ആ ഭഗവാൻ തന്നെയാണ് പൂജാർഹന്മാരിൽ ശ്രേഷ്ഠൻ എന്നുള്ളതിന് ഉത്തമ ദൃഷ്ടാന്തമല്ലേ ഇവിടെ ഇപ്പോൾ ഈ അഗ്രാസന പൂജയിൽ അങ്ങ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിച്ചത്? മറ്റുള്ള പൂജാർഹരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, സനകാദികളൊക്കെ ഇരിപ്പുണ്ട്. എന്നിട്ടും അങ്ങ് ശ്രീകൃഷ്ണ ഭഗവാനെയാണ് പൂജിച്ചത്. ഇത് തന്നെ ദൃഷ്ടാന്തം എന്ന് പറയുന്നു. രാജൻ യത് എന്തെന്നാൽ തത്ര ബ്രഹ്മാത്മജാദിഷു ദേവർഷി അർഹൽസു സത്സു. തത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മാത്മജാദിഷു ബ്രഹ്മാവിന്റെ ആത്മജന്മാരായിട്ടുള്ള സനകാദികൾ അടക്കം ബ്രഹ്മപുത്രന്മാരായിട്ടുള്ളവർ ദേവർഷി അർഹൽസു സത്സു, ദേവർഷികൾ അർഹന്മാരായിട്ടുള്ള മറ്റു സജ്ജനങ്ങൾ എന്നിവരെല്ലാം ഇരിക്കെ, സതി സപ്തമി എന്നുള്ള പ്രയോഗത്തിന്റെ ബഹുവചനമാണ് സത്സു. അങ്ങനെ ഇരിക്കെ, എല്ലാവരും ഇരിക്കെ, അഗ്രപൂജായാം പാത്രതയ അച്യുതഃ മതഃ. ഇവിടെ ഇപ്പോൾ അഗ്രപൂജ ചെയ്യാനായിക്കൊണ്ട് ആരെയാണോ അഗ്രപൂജ ചെയ്യേണ്ടത്, ശ്രേഷ്ഠനായി പൂജിക്കേണ്ടത് എന്നുള്ളതിൽ പാത്രതയ, ആരാണ് പാത്രം, ഉത്തമ പാത്രം ആരാണ് എന്ന് ചർച്ച ചെയ്തപ്പോൾ അച്യുതഃ മതഃ, അച്യുതൻ എല്ലാവരാലും സമ്മതിക്കപ്പെട്ടു. അപ്പോൾ സനകാദികളായ ബ്രഹ്മപുത്രന്മാരായ ഋഷിമാരെല്ലാം ഇരിക്കെ, പൂജാർഹരായിട്ടുള്ള എല്ലാവരും ഇരിക്കെ ഈ അച്യുതനെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടെന്നാൽ അച്യുതനിൽ സർവചരാചരങ്ങളും ഇരിക്കുന്നു. അതുകൊണ്ട് അച്യുതനെ പൂജിച്ചാൽ സർവചരാചരങ്ങളും പ്രീതിപ്പെടുന്നു. ഒരു വൃക്ഷത്തിന്റെ വേരിൽ വെള്ളമൊഴിച്ചാൽ ആ വൃക്ഷത്തിന്റെ ശാഖകളും ഇലകളും എല്ലാം പുഷ്ടി പ്രാപിക്കുന്നു. ഇതുപോലെയാണ് അത് പറഞ്ഞിരുന്നു സഹദേവൻ. അത് നമ്മൾ ദശമസ്കന്ധത്തിലേ കാണുള്ളൂ അല്ലേ. സഹദേവൻ പറയുന്നുണ്ട്, ഈ അച്യുതനെ പൂജിച്ചാൽ സർവ്വദേവതകളും സർവ്വചരാചരങ്ങളും വിശ്വം മുഴുവൻ പ്രസാദിക്കും. വൃക്ഷത്തിന്റെ മൂലത്തിൽ വെള്ളമൊഴിക്കുന്നത് പോലെയാണ് അച്യുതന്റെ പാദങ്ങളിൽ വെള്ളമൊഴിക്കുന്നത് എന്നുള്ളത് അവിടെ കാണാം നമുക്ക് ദശമസ്കന്ധത്തിലെ 74 അധ്യായത്തിലും മറ്റും രാജസൂയം. അപ്പം അങ്ങനെ ഹരി തന്നെയാണ് ഉത്തമ പാത്രം. അഗ്രപൂജയ്ക്ക് അങ്ങ് ഹരിയല്ലേ വരിച്ചത്. ജീവരാശിബിരാകീർണ അണ്ഡകോശാംഗ്രിപോ മഹാൻ തന്മൂലത്വാദച്യുതേജ്യ സർവജീവാത്മതർപ്പണം. ജീവരാശിബിരാകീർണ അണ്ഡകോശാംഗ്രിപോ മഹാൻ തന്മൂലത്വാദച്യുതേജ്യ സർവജീവാത്മതർപ്പണം. ജീവരാശിഭിः ആകീർണഃ മഹാൻ ആണ്ഡകോശ അംഗ്രിഭഃ തന്മൂലത്വാത് അച്യുതേജ്യ സർവജീവാത്മതർപ്പണം. ഞാൻ ഇപ്പോൾ പറഞ്ഞ ആശയം തന്നെയാണ് ഇവിടെ ശ്ലോകരൂപത്തിൽ വന്നിരിക്കുന്നത്. എന്താണ്? ജീവരാശിഭിः ആകീർണഃ മഹാൻ ആണ്ഡകോശ അംഗ്രിഭഃ. ജീവരാശികൾ, അനേക ജീവസമൂഹങ്ങളാൽ ആകീർണഃ നല്ലതുപോലെ വ്യാപിക്കപ്പെട്ടതായിട്ടുള്ള മഹാൻ ആണ്ഡകോശാംഗ്രിഭഃ, മഹത്തായ ബ്രഹ്മാണ്ഡ കോശങ്ങളോട് കൂടിയതായിട്ടുള്ള അംഗ്രിഭഃ. അംഗ്രിഭഃ എന്ന് പറഞ്ഞാൽ വൃക്ഷം. അംഗ്രി കൊണ്ട് പാനം ചെയ്യുന്നതാണ് വൃക്ഷം. അംഗ്രി എന്നാൽ പാദം. അതുകൊണ്ടാണ് പാദപം, അംഗ്രിപം എന്നൊക്കെ വൃക്ഷത്തിന് പേര്. വൃക്ഷം എന്തുകൊണ്ടാണ് കുടിക്കുന്നത്? അതിൻ്റെ വേരുകൊണ്ടാണ്. വേര് അതിൻ്റെ പാദമാണ്. അപ്പൊ പാദേന പിബതി, പദ്ഭ്യാം പിബതി എന്നൊക്കെ അർത്ഥത്തിലാണ് പാദപം. അല്ലെങ്കിൽ അംഗ്രിണ പിബതീതി അംഗ്രിപഃ, അംഗ്രി കൊണ്ട് പാനം ചെയ്യുന്നു. അതുകൊണ്ട് വൃക്ഷത്തിന് അംഗ്രിപം, അംഗ്രിപഃ
പാദപഹ എന്നൊക്കെ പേര്. അപ്പൊ ഇവിടെ ഏത് രൂപത്തിലുള്ള വൃക്ഷമാണ്? അണ്ഡകോശ അംഗ്രിപഹ. അണ്ഡകോശം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്, ജീവരാശികളെല്ലാം നിറഞ്ഞിരിക്കുന്നത്, അകീർണമായിരിക്കുന്നത്. അപ്പൊ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഏതൊരു വൃക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു? വൃക്ഷത്തിന്റെ മൂലമാണ് അച്യുതൻ. അവിടെ തൻ മൂലത്വാത്, ഈ വലിയ ബ്രഹ്മാണ്ടമാകുന്ന വൃക്ഷത്തിന്റെ മൂലമാരാണ്? തൻ മൂലത്വാത്, ഭഗവാനാകുന്ന മൂലമായതുകൊണ്ടാണ് അച്യുതേജ്യ സർവജീവാത്മതർപ്പണം. അച്യുതനുള്ള ഇജ്യ എന്ന് പറഞ്ഞാൽ പൂജ. അപ്പൊ അച്യുതന് സമർപ്പിക്കുന്നതായിട്ടുള്ള പൂജ സർവജീവ ആത്മതർപ്പണം, സർവജീവാത്മാക്കളെയും തൃപ്തിപ്പെടുത്തുന്നതാകുന്നു. അപ്പോ ഭഗവാനിൽ പൂജിച്ചു കഴിഞ്ഞാൽ സർവചരാചരങ്ങളും പൂജിക്കപ്പെടുന്നു. അപ്പൊ ഇതാണ് നമ്മളും നമ്മുടെ സംസ്കാരമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കുമുള്ള പൂജയായി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മറ്റാർക്കും ഒന്നും കൊടുക്കില്ല, ഭഗവാന് വേണ്ടിയെല്ലാം ചെയ്യും. പക്ഷെ ഇതിനെ തന്നെ കുറച്ചുകൂടി മാറ്റി ഭാഗവതം ഏകാദശ സ്കന്ധത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും വർണ്ണിക്കേണ്ട ഭഗവാനെ നിങ്ങൾ വിഗ്രഹത്തിൽ മാത്രം പൂജിക്കുകയും മറ്റുള്ളവർക്കൊന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വെറുമൊരു പ്രാകൃത ഭക്തനാണ്. അർച്ചായാം ഏവ ഹരയേ പൂജാം യഹ ശ്രദ്ധയായി ഹതേ നച തദ്ഭക്തേഷു നച അന്യേഷു സ ഭക്തഃ പ്രാകൃത സ്മൃതഃ എന്ന് വളരുമ്പോൾ മനസ്സിലാക്കണം. തുടക്കത്തിൽ നമ്മൾ വിഗ്രഹാദികളിൽ മാത്രം ഭഗവാനെ കണ്ടുകൊണ്ട് പൂജിക്കും. കുറെ കഴിയുമ്പോൾ ഭഗവാന്റെ സ്വരൂപം എന്താണ്? വിഗ്രഹം എന്നുള്ളത് ഭഗവാനെ ഗ്രഹിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ഭഗവാൻ സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നു, സർവചരാചരങ്ങളും ഭഗവാനിലിരിക്കുന്നു. സർവഭൂതേഷു യഃ പശ്യേത് ഭഗവദ്ഭാവം ആത്മനഃ ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമഃ. ആരാണോ സർവഭൂതങ്ങളെയും ഭഗവാനിലും തന്നിലും ഭഗവാനിൽ സർവചരാചരങ്ങളെയും ആരാണോ കാണുന്നത് അവൻ ഭാഗവതോത്തമനാകുന്നു എന്ന് ഇതേ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തുടക്കക്കാർക്കാണ് വിഗ്രഹാദികളിൽ മാത്രം ഈശ്വരനെ കണ്ട് വിഗ്രഹങ്ങളിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ടുള്ള പൂജ. കുറച്ച് കഴിയുമ്പോൾ ഭഗവാൻ ആരാണ് എന്ന് അറിയാനാവും. സർവചരാചരങ്ങളുടെയും ആത്മാവാണ്. അതാണ് ഇവിടെ സർവജീവാത്മതർപ്പണം. സർവജീവന്മാർക്കും ജീവാത്മാക്കൾക്കുമുള്ള തർപ്പണമാണ് ഭഗവാന് സമർപ്പിച്ച. അപ്പോൾ നമ്മുടെ മുമ്പിൽ ആരെങ്കിലും വിശന്ന് വന്നാൽ അവനെ ആക്കി വിട്ടിട്ട് വിഗ്രഹത്തിൽ പാലഭിഷേകമോ പഞ്ചാമൃതാഭിഷേകമോ ചെയ്യുന്നതിൽ എന്താ പറയുക, അതൊരു പ്രാകൃതമായിട്ടുള്ള ഭക്തിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് വിശന്ന് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, സഹായം അഭ്യർത്ഥിച്ച് വരുന്നവർക്ക് സഹായം കൊടുക്കുക, എന്നിട്ട് ഭഗവാനെ പൂജിച്ചാലും ഭഗവാൻ സന്തോഷിക്കും. ഉള്ളതുകൊണ്ട് ഭഗവാനെ പൂജിച്ചാൽ മതി. ജീവരാശിബിരാകീർണ അണ്ഡകോശാംഗ്രിഭോ മഹാൻ തന്മൂലത്വാദച്യുതേജ്യ സർവജീവാത്മതർപ്പണം. പുരാണി അനേന സൃഷ്ടാനി നൃതിര്യ ഋഷിദേവതാഃ ശേതേ ജീവേന രൂപേണ പുരേഷു പുരുഷോ ഹ്യസൗ. പുരാണ്യനേന സൃഷ്ടാനി നൃതിര്യ ഋഷിദേവതാഃ ശേതേ ജീവേന രൂപേണ പുരേഷു പുരുഷോ ഹ്യസൗ. അപ്പോ ഈ പുരങ്ങൾ, പുരാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരങ്ങളാകുന്ന പുരങ്ങൾ, ഓരോ ജീവജാലങ്ങളുടെയും ശരീരങ്ങളാകുന്ന പുരങ്ങൾ അനേന സൃഷ്ടാനി, അനേന അച്യുതേന ഭഗവത സൃഷ്ടാനി, ആ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ലോകത്തിലുള്ള സകല ജീവരാശികളുടെയും ശരീരം. അതാണ് നൃതിര്യ ഋഷി ദേവതാഹ. നൃ പുരങ്ങൾ, നരശരീരങ്ങൾ, തിര്യക് ശരീരങ്ങൾ, ഋഷി ശരീരങ്ങൾ, ദേവതാ ശരീരങ്ങൾ, അങ്ങനെയുള്ള എല്ലാ പുരങ്ങളെയും ഇവനാൽ, ഈ ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്നിട്ടോ അവന്റെ വീട് പണിതിട്ട് അതിൽ കയറി കിടക്കുന്നു, ഗൃഹപ്രവേശം ചെയ്തിരിക്കുന്നു. അതാണ് പുരേഷു ജീവേന രൂപേണ ചേതേ. പുരേഷു, ഈ നൃതിര്യ ഋഷി ദേവതകളാകുന്ന പുരങ്ങളിൽ, ഈ പുരങ്ങളിൽ ജീവേന രൂപേണ, ജീവസ്വരൂപമായിട്ട് ചേതേ ശയിക്കുന്നു, എല്ലാറ്റിലും പ്രവേശിച്ച്
എല്ലാറ്റിലും ജീവസ്വരൂപമായി ആത്മസ്വരൂപമായി അവൻ കുടികൊള്ളുന്നു. എല്ലാ ശരീരങ്ങളും ഭഗവാന്റെ ആലയമാണ്, ക്ഷേത്രമാണ്. അതിൽ ക്ഷേത്രജ്ഞനായി ചൈതന്യസ്വരൂപനായി ആത്മാവായി ഭഗവാൻ കുടികൊള്ളുന്നു. അതുകൊണ്ട് അസൗ പുരുഷഃ ഹി, അസൗ ഇവൻ തന്നെയാണ് പുരുഷൻ. പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരി ശയനാത് പുരുഷഃ, ഈ പുരങ്ങളിൽ ശയിക്കുന്നത് കൊണ്ട് അവനെ പുരുഷൻ എന്ന് പറയുന്നു. അപ്പൊ എല്ലാവരുടെ ഉള്ളിലും ജീവാത്മാവായി ശയിക്കുന്നവൻ പുരുഷൻ. അപ്പൊ എല്ലാ ശരീരങ്ങളിലും ആരിയ്ക്കുന്നു? ശ്രീഹരി ഇരിക്കുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു കല്ലോ മണ്ണോ കൊണ്ടോ കെട്ടിയ ഒരു ക്ഷേത്രത്തില് ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ച് അത് മാത്രമല്ല, അതും ഈശ്വരൻ തന്നെയാണ്. എന്നാൽ നമ്മുടെ മുമ്പിൽ വരുന്നതായിട്ടുള്ള ശരീരങ്ങളൊക്കെ ഈശ്വരന്റെ പുരങ്ങളാണ്, ശരീരങ്ങളാണ്. അതിൻ്റെ ഉള്ളില് ആത്മാവായി കുടികൊള്ളുന്നത് ആ ഭഗവാൻ തന്നെയാണ്. തേഷ്വേഷു ഭഗവാൻ രാജൻ താരതമ്യേന വർത്തത്തെ തസ്മാത് പാത്രം ഹി പുരുഷോ യാവാനാത്മായ ധേയത്തെ. തേഷ്വേഷു ഭഗവാൻ രാജൻ താരതമ്യേന വർത്തത്തെ തസ്മാത് പാത്രം ഹി പുരുഷോ യാവാനാത്മായ ധേയത്തെ. അപ്പൊ ഈ ഭഗവാൻ ഈ ശരീരങ്ങളിൽ, ഈ പുരങ്ങളിലെല്ലാം താരതമ്യേന വർത്തത്തെ, തരതമ ഭാവത്തോടുകൂടി വർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലതിൽ ഭഗവാന്റെ സാന്നിധ്യം സ്പഷ്ടമായി കാണാം, ചിലതിൽ മങ്ങിക്കാണാം. അല്ലേ? നമ്മുടെ പ്രതിബിംബം എല്ലായിടത്തും ഉണ്ട് ചുറ്റും, പക്ഷെ കണ്ണാടിയിലേ തെളിഞ്ഞു കാണുള്ളൂ, ചുമരിലൊന്നും കാണുന്നില്ല. ചുമരിലും പ്രതിബിംബം ഉണ്ട്, പക്ഷെ ആ ചുമരിന് കൃത്യമായിട്ട് നമ്മുടെ പ്രതിബിംബത്തെ പ്രതിഫലിപ്പിക്കാനുള്ളതായിട്ടുള്ള സാമർഥ്യമില്ല. ഈ ചുമരിനെ കണ്ണാടി പോലെ ആക്കിയാൽ അവിടെ നമ്മുടെ പ്രതിബിംബം കാണാം. അപ്പൊ അത് പ്രതിബിംബം ഇല്ലാത്തത് കൊണ്ടല്ല, ചുമരിന് കഴിവില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ ഈശ്വര ചൈതന്യം എല്ലാവരിലും ഒരുപോലെ ഉണ്ടെങ്കിലും ഉപാധികൾ വ്യത്യസ്തമായിരിക്കുന്നത് കൊണ്ട്, അവരുടെ ഉള്ളിലുള്ള രജസ്സും തമസ്സും കൊണ്ട് ആവൃതമായിരിക്കുന്നത് കൊണ്ട് ആ ഈശ്വര ചൈതന്യം ഒരുപോലെ പ്രകടമാകുന്നില്ല, തരതമ ഭേദത്തിൽ പ്രകാശിക്കുന്നു. അതാണ് ഹേ രാജൻ, അല്ലയോ യുധിഷ്ഠിര രാജാവേ, തേഷു യേഷു ഭഗവാൻ താരതമ്യേന വർത്തത്തെ. ആ ഇവരിൽ ഭഗവാൻ താരതമ്യത്തിൽ പ്രവർത്തിക്കുന്നു, താരതമ്യ ഭാവത്തോടുകൂടി വർത്തിക്കുന്നു. തസ്മാത് ആത്മാ യാവാൻ യഥാ ഈയത്തെ താവാൻ പുരുഷഃ പാത്രം ഹി. തസ്മാത് അതുകൊണ്ട്, താരതമ്യേന വർത്തിക്കുന്നത് കൊണ്ടാണ് ആ ആത്മാ യാവാൻ, ഈ ആത്മസ്വരൂപനായ ഭഗവാൻ യാവാൻ എത്രമാത്രം, യഥാ ഈയത്തെ എപ്രകാരം പ്രകാശിക്കുന്നുവോ, ഏതുവിധം പ്രകാശിക്കുന്നുവോ, താവാൻ അത്രത്തോളം പുരുഷഃ പാത്രം ഹി, ആ പുരുഷൻ പൂജയ്ക്ക് ദാനത്തിന് ഒക്കെ പാത്രമായി ഭവിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആരിലാണോ കൂടുതൽ ഈശ്വര പ്രകാശം നമുക്ക് അനുഭവപ്പെടുന്നത് അവരാണ് ഉത്തമ പാത്രം. ആരിലാണോ ഈശ്വര പ്രകാശം മങ്ങിയിരിക്കുന്നത് അവര് താഴേക്കുള്ള പാത്രങ്ങളാകുന്നു. അപ്പൊ അതാണ് ഇവിടെ പൂജക ഭാവങ്ങളിൽ തരതമ ഭേദം കൽപ്പിച്ചിരിക്കുന്നത്. വ്യവഹാരത്തില് മുതിർന്നവരെ, ശ്രേഷ്ഠന്മാരെ, മഹാത്മാക്കളെ ആദ്യം പൂജിക്കണം, താഴെയുള്ളവരെ പിന്നീട് പൂജിക്കണം എന്നുള്ളതായിട്ടുള്ള ഒരു വ്യവസ്ഥ. അത് നമ്മൾ എല്ലായിടത്തും പാലിക്കേണ്ടതാണ്. ഏത് വ്യവഹാരത്തിലും ഈ ഒരു ഭാവം ഉണ്ടാവണം. ആരെ നമ്മൾ ആദ്യം ബഹുമാനിക്കണം? ഏറ്റവും കാശ് കൂടിയവനെ ആദ്യം ബഹുമാനിക്കണം, അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലറായിരിക്കുന്നവനെ ആദ്യം ബഹുമാനിക്കണം. അല്ലേ? സിനിമയിലൊക്കെ വന്ന് പോപ്പുലറായിരിക്കുന്ന ആളാണ് ഏറ്റവും പൂജിക്കപ്പെടേണ്ട ആള്. അല്ലേ? അങ്ങനെയാണോ? ആരിലാണോ ആ ഈശ്വരീയ ഗുണങ്ങൾ, അല്ലാതെ എന്തെങ്കിലുമൊക്കെ കോമാളിത്തരം കാണിച്ച് അല്ലെങ്കിൽ നല്ല കഴിവ് തന്നെ പ്രകടിപ്പിച്ചിട്ടായിക്കോട്ടെ മറ്റ് സിനിമയിലോ സംഗീതത്തിലോ ഒക്കെ പ്രശസ്തരായി തീർന്ന്, പക്ഷേ ജീവിതത്തിൽ ആർക്കും ഒരു സഹായവും ചെയ്യാത്ത, ഒരു മൂല്യങ്ങളുമില്ലാത്ത,
തെറ്റായ മാതൃകകളായി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവരെയാണോ ആദ്യം പൂജിക്കേണ്ടത്? അല്ല താപസന്മാരായിട്ടുള്ള ധർമ്മിഷ്ഠന്മാരായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള സജ്ജനങ്ങളെയാണോ ആദ്യം പൂജിക്കേണ്ടത് എന്ന് നമ്മുടെ ഈ സമൂഹത്തിന് എത്ര അറിയും? നമുക്കറിയാലോ. നമുക്കറിയാം എവിടെയാണോ പോപ്പുലറായിട്ടുള്ള ആളുകൾ കൂടുന്നത് അവിടെ എല്ലാവരും കൂടും. അവിടെ എത്ര മഹാത്മാവായിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ടെങ്കിലും അയാളെ മൈൻഡ് ചെയ്യാൻ പോലും ആളുണ്ടാവില്ല. നമുക്കൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പതനമാണ്. ആരെയാണ് അധികം ബഹുമാനിക്കേണ്ടത്? ആരിലാണ് ഈശ്വരൻ അധികം പ്രകാശിക്കുന്നത്? എന്നിട്ട് അവര് ഇങ്ങനെയുള്ള ആളുകൾ വിളിച്ചു പറയുകയും ചെയ്യും, ആൾ ദൈവങ്ങളെ പൂജിക്കരുത്. എന്നാൽ ഈ പറഞ്ഞതായിട്ടുള്ള സിനിമാ നടന്മാരെ നിങ്ങൾ ഫ്ലെക്സൊക്കെ വെച്ചിട്ട് അതിൽ പാലഭിഷേകമൊക്കെ ചെയ്തോളൂ. ഫുട്ബോൾ താരങ്ങളെ നിങ്ങൾ ഫ്ലെക്സ് വെച്ചിട്ട് പൂജിച്ചോളൂ. ക്രിക്കറ്റ് താരങ്ങളെ നിങ്ങൾ പൂജിച്ചോളൂ. എന്നാൽ ആത്മീയമായിട്ടുള്ള ഔന്നത്യമുള്ളതായിട്ടുള്ള മഹാത്മാക്കളെ ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞ് അവരെ പൂജിക്കരുത് എന്ന് പറയും. ഈ പറയുന്ന ഞങ്ങളെ വേണമെങ്കിൽ പൂജിച്ചോളൂ, അല്ലേ? സിന്ദാബാദൊക്കെ വിളിച്ചോളൂ, ജയ് വിളിച്ചോളൂ, ലാൽ സലാം വിളിച്ചോളൂ. പക്ഷെ അവരെ പൂജിക്കരുത്. അപ്പൊ ഇതാണോ നമ്മുടെ സംസ്കാരം? ഇത് നമ്മുടെ സംസ്കാരമല്ല. ഇത് നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാനുള്ള സംസ്കാരമാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ യഥാർത്ഥ സംസ്കാരം ഇതാണ്. ആരിലാണോ ഈശ്വരന്റെ പ്രഭാവം കൂടുതലായിട്ട് തെളിഞ്ഞ് പ്രകാശിക്കുന്നത് ആ മഹാത്മാക്കളെ ആദ്യം പൂജിക്കുക. അതിനുശേഷം അടുത്ത എന്താ പറയുക, അവരുടെ തരതമ ഭേദം നമ്മൾക്ക് അറിയാൻ കഴിയണം. അങ്ങനെ അറിഞ്ഞ് ആവുന്ന പോലെയൊക്കെ അത് പാലിക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കണം. ആ ഒരു സംസ്കാരം കൊണ്ടുവരണം. മഹാത്മാക്കളെ നിന്ദിച്ചുകൊണ്ട് ഈ പറയുന്ന കോമാളികളെ പൂജിക്കലല്ല മുഖ്യം. അതുകൊണ്ട് ആൾ ദൈവങ്ങളെ പൂജിക്കരുത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ആവും പോലെ പ്രതികരിച്ചോളൂ അവരോട്. ഞങ്ങളുടെ സംസ്കാരം ഇതാണ്, ഞങ്ങൾ പൂജിക്കും, നിങ്ങൾ വല്ല കോമാളികളെയും പൂജിച്ചോളൂ എന്ന് പറയും. തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. ഇനി 4-5 ശ്ലോകങ്ങളുണ്ട്. നാളെ കാണാം. എനിക്ക് നല്ല ശ്ലോകങ്ങളാണേ, അപ്പോൾ അത് കുറച്ച് വിസ്തരിച്ച് പറയണം. നാളെ പറയാം. ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. നാളെ കാണാം. നാളെയും മിക്കവാറും വൈകിട്ടായിരിക്കും. ഹരി ഓം.